ബീഹാറിനെ ഇളക്കിമറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടർ അധികാർ യാത്ര സമാപിച്ചു. പറ്റ്നയിലെ ഗാന്ധി മൈതാനിൽ നിന്നും അംബേദ്കർ പാർക്കിലേക്ക് നടന്ന പദയാത്രയിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. യാത്ര ബീഹാറിൽ ഒതുങ്ങില്ലെന്നും ഭരണഘടനയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി സർക്കാരിന്റെ വോട്ട് കൊള്ളക്കെതിരെ ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച പദയാത്രയിൽ പട്ന നഗരം മനുഷ്യക്കടലായി മാറി. ഇന്ത്യ സഖ്യം നയിച്ച പദയാത്രയുടെ സമാപന ചടങ്ങിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. വോട്ടധികാരം തിരിച്ചു പിടിക്കുന്നതിലൂടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നുവെന്ന മുദ്രാവാക്യം പട്നയിൽ അലയടിച്ചു. വോട്ട് കൊള്ളയിലൂടെ ജനാധിപത്യത്തെ തകർക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. वोट चोरी का मतलब लोकतंत्र की चोरी, वोट चोरी का मतलब युवाओं के भविष्य की चोरी। अंबेडकर जी की संविधान की, गांधी जी की संविधान की हत्या करने की कोशिश कर रहे हैं। हम इनको संविधान की हत्या नहीं करने देंगे, कुछ भी हो जाए नहीं करने देंगे। RSS ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നുവെന്നും ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി ആരോപിച്ചു. RSS और भाजपा हमारा आज़ादी के संघर्ष में नहीं था, इसलिए वो वोट अधिकार संघर्ष हमारा संविधान को भी रक्षा करने के लिए है और आने वाले दिनों में सब लोग इकट्ठा करके संविधान को, हमारा वोट अधिकारों को रक्षा करने के लिए संघर्ष में आगे जाना पड़ेगा. 16 ദിവസം നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്രയിലൂടെ ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം കൂടിയാണ് പ്രകടമായത്. മഹാഗഠബന്ധൻ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും പ്രതിഷേധത്തിൽ അണിനിരന്നു. ഇടതു പാർട്ടികളും അവകാശ സംരക്ഷണ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, D രാജ, തേജസ്വി യാദവ് തുടങ്ങിയ നേതാക്കളും പദയാത്രയിൽ പങ്കാളികളായി. ബീഹാറിനെ തന്നെ ഇളക്കിമറിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടർ അധികാര യാത്ര പട്നയിൽ സമാപിക്കുന്നത്. രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. ബീഹാറിലെ പട്നയിൽ നിന്നും ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം അബ്ദുൾ റഷീദ്, കൈരളി ന്യൂസ്.